മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ബോബി കൊല്ലിയാണ് സംവിധായകൻ. കാണാൻ പാ. യൂസ് ഹെഡ്ഫോൺസ്. സ്ഥലം കൊഞ്ച് ఏ రంగమత్త జ్వరం తగ్గిందా? చిరంజీవి. సశ్రీకాల్ పాజీ. வணக்கம் சத்யனா, நீ சொன்ன டைம்க்கு சென்னை போர்ட்டுக்கு சரக்கு வச்சு పూడుస్తారు కదా. ఎన్నడా తంబి, ఇది సత్యం మాట, ఇంకా డౌటా? ക്യാബിൻ പ്രൊഡക്ഷൻസ് ആണ് കേട്ടാ. സത്യൻ പ്രൊഡക്ഷൻസ്. సత్యమన్నా, సునీల్ వీక్ లీవ్ కావాలన్నా. అరే మన టార్గెట్ పండగరా, అప్పటిదాకా ఎవరికి సెలవు లేవు. ఇలా വെങ്കറ്റ് നാരായണ. సత్యం గారన్నా, ഇത് പ്രഡിക്റ്റബിൾ തന്നെ ആയിരിക്കും. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇതുപോലെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഗോഡൌണിൽ ഒരു മെയിൻ ആള് കോൺട്രാക്ടർ പോലത്തെ ഒരാളായിരിക്കും ചിരഞ്ജീവി. ബട്ട് അദ്ദേഹത്തിന് ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ അദ്ദേഹം ചെറിയ ഒരാളെ അല്ല, പിന്നെയോ ഒരു മഹാനായിരുന്നു. അത് ഏത് തരത്തിലുള്ള മഹാനാണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയാം. അതിന്റെ ഒരു ബിൽഡപ്പ് ആണ് ഇത്. ആ ഒരു തുടക്കത്തിന്റെ ഒരു ഇതാണ്. നമുക്ക് നോക്കാം. വാ. ഓ, വെള്ളം വീണ് ചാടുമല്ലോ. I love dad. Family sentiment. തമനസ് മ്യൂസിക്കൽ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ബട്ടൺസ് ഒക്കെ പോയി. ആ ചാവി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ഇത് കൊടുക്കുകയാണ്. അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു ചാവിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി എല്ലാവരുടെ മുന്നിൽ ഒരു പാവം പോലെ, സ്നേഹം പോലെ, നല്ലൊരാളെ പോലെ നിൽക്കും. ആൻഡ് ആ കഥകൊന്ന് അടച്ചു കഴിഞ്ഞാൽ പുള്ളി പിന്നെ വേറെ ലെവലാണ്, വേറൊരു ഐറ്റമാണ് എന്നുള്ളതാണ്. സി ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ തുടക്കം തന്നെ മനസ്സിലാവും എവിടെക്കാണ് പോകുന്നത്. അതിന്റെ എല്ലാം തന്നെ ഈ പട്ടിയുള്ളതുപോലെ അവിടെ ഉള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. ഇങ്ങനെ ബട്ടൺ സൂരിയിട്ടിട്ട് പോലെ നടക്കുന്ന പോലെ അവിടെ ഉള്ള ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. ആക്കൊന്ന് കിട്ടിയാലും ഓ മൈ ഗോഡ്, നോക്കടാ മെഗാസ്റ്റാർ ചിരഞ്ജീവി. ഹാപ്പി ബർത്ത്ഡേ മെഗാസ്റ്റാർ ചിരഞ്ജീവി. ബോബി കൊല്ലി ഫിലിം. ഓ, ഒരു വെടിവെപ്പുണ്ട്. ജനുവരി 13, 2020. സിനിമയുടെ ടൈറ്റില് കാക്ക എന്നാണ് കേട്ടോ. മലയാളത്തിലെ കാക്കയല്ല, എനിക്ക് തോന്നുന്നു തെലുങ്കിലെ കാക്ക എന്നൊരു ചില സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ അറിയാൻ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ആൻഡ് ഈ സിനിമ ജനുവരി 13 2027 വരുന്നത്. എനിക്ക് തോന്നുന്നു സംക്രാന്തി റിലീസ്. ഈ വർഷവും ജനുവരിയിലായിരുന്നു ഒരു സംക്രാന്തി റിലീസ്. ശിവമനസ്സുക്കുൾ അങ്ങനെ ഒരു മഹേഷ്, ഒരു ഗാരു, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു ചിരഞ്ജീവിക്ക്. ആ പടം അവിടെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ റിവ്യൂസ് എങ്ങനെയാണെന്ന് വരുന്നത്. ഇതിലെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ തീം മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട്. തമനാണ്, തമന്റെ ഒരു പണ്ണലി ഇതിലുണ്ട്. ആ ഒരു മ്യൂസിക്, ആ ഒരു എലവേഷൻ ആയാലും, ആ ഒരു തുടക്കത്തിന് ആ ഒരു
ആ ഒരു ബിൽഡപ്പിൽ വരുന്നതാണ്. ലാസ്റ്റ് കത്തിച്ചായിട്ടാലും തമന്റെ ആ മ്യൂസിക് നന്നായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ഈ എല്ലാവർക്കും ഒരു സാധാരണ ആളാണ് ചിരഞ്ജീവി. പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ വേറൊരു പാസ്റ്റ് ഉണ്ട്, അദ്ദേഹം വേറൊരാളാണ്. പക്ഷെ ആ തോക്കൂരൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ. ഞാനൊരു ഐ ലവ് ഡാഡ് എന്നുള്ള ഒരു കീച്ചൻ കണ്ടുകൊണ്ട് ഞാനൊരു ഫാമിലി സെന്റിമെന്റ് അല്ലെങ്കിൽ മോളെ മരിച്ചുപോയ മോള് കൊടുത്ത ഗിഫ്റ്റിന്റെ ആ കീച്ചെയിൻ ആയിരിക്കും അത്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ബട്ട് അതൊരു ചെറിയൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു, എനിക്ക് സർപ്രൈസ് തന്നെയായിരുന്നു ആ തോക്കൊക്കെ വന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് തോക്കെന്നുള്ളത് ക്ലൈമാക്സിലേക്ക് കാണിച്ചിട്ടുമുണ്ട്. ആൻഡ് ബോബി കൊല്ലി നിങ്ങൾക്കറിയാം, ജയ് ബാലയ്യ, നന്ദമൂരി ബാലകൃഷ്ണയുടെ ദാക്കു മഹാരാജ് ഒക്കെ ചെയ്ത പുള്ളിയാണ്. അതിൽ എന്തുമാത്രം ഓറലാണ് ജയ് ബാലയെ കാണിച്ചെന്ന് നിങ്ങൾക്കറിയാം ബോബി കൊല്ലി. ആൻഡ് അതുപോലെ തന്നെ രവി തേജയോടൊപ്പം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പവൻ കല്യാണോടൊപ്പം സിനിമകൾ ചെയ്തിട്ടുണ്ട് പുള്ളി. ആൻഡ് ജൂനിയർ NTRന്റെ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല നല്ല നായകന്മാരോടെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലും തമന്റെ മ്യൂസിക് അന്യായമായിരിക്കും, കാരണം അത് ഈ ഒരു ഗ്ലിംസിൽ തന്നെ ഉണ്ട്. ചിരഞ്ജീവിയുടെ ഒരു മാസ്, കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു മാസ് പടം കൂടെ വരെയാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് പടം വരുന്നതെന്ന്. ബോബി കൊല്ലി ആയതുകൊണ്ട് ഇപ്പോൾ ദാക്കു മഹാരാജിന്റെ ആ ഒരു ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു പടം തന്നെ, അല്ലെങ്കിൽ നല്ലൊരു മാസ് പടം തന്നെ വരാൻ സാധ്യത തന്നെ ഉണ്ട്. പിന്നെ ചിരഞ്ജീവിയൊക്കെ പണ്ടത്തെ മാസ് സ്റ്റാറാണ്. ഇപ്പോ പടങ്ങളൊക്കെ ഇതിലും സ്ലോ ആണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഓറയും ആ ഒരു കരിസ്മയൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ല പടങ്ങൾ വരട്ടെ. എന്തായാലും ഗ്ലിംസ് തരക്കേടില്ലാത്ത ഒരു നല്ലൊരു ഗ്ലിംസ് തന്നെയാണ്.